2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറിയതിന് പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് പണമൊഴുകുന്നു. ഞായറാഴ്ച അപ്രതീക്ഷിതമായിട്ടായിരുന്നു ജോ ബൈഡന്റെ പ്രഖ്യാപനം. ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയമുയർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം. ഇതിന് പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ചെലവിനായി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഭാവനയായി ലഭിച്ചത് 81 ദശലക്ഷം US ഡോളറാണ്. 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്ന സംഭാവന തുകകളിലെ റെക്കോർഡ് നേട്ടമാണ് കമലാ ഹാരിസ് സ്വന്തമാക്കിയിട്ടുള്ളത്. 8,88,000 പേരാണ് $200 വെച്ച ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി 24 മണിക്കൂറിനുള്ളിൽ നൽകിയിട്ടുള്ളത് എന്നാണ് BBC റിപ്പോർട്ട് ചെയ്തത്. കമലാ ഹാരിസിന് സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന ശക്തമായ പിന്തുണയാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നാണ് പാർട്ടി വക്താക്കൾ വിശദമാക്കുന്നത്. ബൈഡന്റെ പ്രായം കണക്കിലെടുത്ത് സംഭാവന നൽകാൻ മടിച്ചവർ അടക്കം പണം നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2020 ശേഷം ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലഭിക്കുന്ന റെക്കോർഡ് സംഭാവനയാണ് കമലാ ഹാരിസിന് ലഭിക്കുന്നത് എന്നാണ് സൂചന. നേരത്തെ ട്രംപുമായുള്ള സംവാദത്തിന് പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പിന്തുണ മാത്രമല്ല സംഭാവനയിലും വലിയ ഇടിവുണ്ടായിരുന്നു. ചെറിയ തുക പോലും സംഭാവന നൽകുന്നവരിൽ കുറവുണ്ടാകാൻ ട്രംപ് ബൈഡൻ സംവാദം കാരണമായിരുന്നു. തെരഞ്ഞെടുപ്പിന് 4 മാസം ശേഷിക്കാണ് ബൈഡൻ അപ്രതീക്ഷിതമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നത്. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ, മുൻ സ്പീക്കർ നാൻസി പെലോസി, സെനറ്റ് നേതാവ് ചക്ക് ഷൂമർ തുടങ്ങിയവർ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം ബൈഡന്റെ പിന്മാറ്റത്തിന് പിന്നാലെ തന്റെ വിജയസാധ്യത വളരെയധികം വർദ്ധിച്ചുവെന്ന മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി US വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ്. ഡെമോക്രാറ്റിക് പാർട്ടി നവംബറിൽ വൻ വിജയം നേടുമെന്നും ട്രംപിന്റേത് അമിത ആത്മവിശ്വാസമാണ് എന്നും കമലാ ഹാരിസ് പരിഹസിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടി US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുൻനിരയിലുള്ള വ്യക്തിയാണ് കമലാ ഹാരിസ്. നവംബറിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഡെലവെയറിലെ വിൽമിംഗ്ടണിൽ പാർട്ടി പ്രചാരണ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കമല പറഞ്ഞത്. ട്രംപിനെ നേരിടാൻ താൻ തയ്യാറാണ് എന്നും കമല പറയുന്നു. ട്രംപ് വഞ്ചകനാണ് എന്നും ഏത് തരക്കാരനാണെന്ന് അറിയാമെന്നും കമല ഹാരിസ് പറഞ്ഞു. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരാണവർ. സ്വന്തം നേട്ടത്തിനായി നിയമങ്ങളും ലംഘിച്ചു. അതുകൊണ്ട് തന്നെ ട്രംപ് ഏതു തരക്കാരനാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. രാജ്യത്തെ ഓരോ പൗരനും പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്ത ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഓരോ പൗരനും സമൂഹത്തിൽ കൃത്യമായ ഇടം വേണം. അതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രാജ്യത്തെ പിറകോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ ജനങ്ങൾ തന്നെ എതിർക്കണമെന്നും കമലാ ഹാരിസ് പറയുന്നു. അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ടാണ് കമലാ ഹാരിസ് കളത്തിലിറങ്ങുന്നത്. അടുത്ത മാസത്തോടെ പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് വിവരം. നിലവിൽ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരുടെയും പിന്തുണ സ്വന്തമാക്കാൻ കമലാ ഹാരിസിന് സാധിച്ചിട്ടുണ്ട്. മുൻ US ഹൌസ് സ്പീക്കർ നാൻസി പെലോസിയും കമലാ ഹാരിസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമലാ ഹാരിസിന്റെ പേര് സ്ഥാനത്തേക്ക് ഉയർന്നത് അഭിമാനത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയുമാണ് കാണുന്നത് എന്ന് നാൻസി പെലോസി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.